മനുഷ്യജീവൻ നിലനിർത്തുന്നതിന് അവിഭാജ്യ ഘടകമാണ് ഭക്ഷണം. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുക, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിന് ശരീരത്തെ സഹായിക്കുക എന്നിവയൊക്കെയാണ് ഭക്ഷണത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും പച്ചക്കറിയും മാംസവുമാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള മുഴുവൻ ജനങ്ങളെയും ഊട്ടുന്നത് 12 തരം സസ്യങ്ങളും 5 മൃഗങ്ങളുമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? ലോകത്തിലെ 400 കോടി ആളുകൾ അവരുടെ വിശപ്പടക്കാൻ ഈ കുറച്ചു സസ്യങ്ങളെയും മൃഗങ്ങളെയുമാണ് ആശ്രയിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം ഇത്രയും ആളുകളുടെയും ഭക്ഷണത്തിന്റെ 75% അവരിൽ നിന്നാണ്. ഈ മൃഗങ്ങളും സസ്യങ്ങളും ഇല്ലാതായാൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകുമെന്ന് വ്യക്തം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ട് പ്രകാരം 3 ലക്ഷം ഇനങ്ങളിൽപ്പെട്ട സസ്യങ്ങളാണ് ലോകത്തുള്ളത്. എന്നാൽ അവയിൽ 30,000 ഇനങ്ങളിൽപ്പെട്ട സസ്യങ്ങളാണ് മനുഷ്യന് ഭക്ഷ്യയോഗ്യം. അവയിൽ 7,000 ഇനങ്ങളിൽപ്പെട്ട സസ്യങ്ങൾ ഭക്ഷണത്തിനായോ കാർഷിക ആവശ്യങ്ങൾക്കായോ മനുഷ്യൻ മാറി മാറി കൃഷി ചെയ്യുന്നവയാണ്. 255 ഇനങ്ങളെ ആശ്രയിച്ചാണ് മനുഷ്യന്റെ ഭക്ഷ്യ ചാക്രിക പ്രവർത്തനം നടക്കുന്നത്. അവയിൽ തന്നെ 12 സസ്യങ്ങൾ മാത്രമാണ് 61% മനുഷ്യരും കഴിക്കുന്നത്. ഇവയിൽ ഗോതമ്പ്, അരി, മെയ്സ്, കരിമ്പ്, സോയ, ഉരുളക്കിഴങ്ങ്, പാമോയിൽ, കപ്പ, മധുരക്കിഴങ്ങ്, കടല, ചെറുധാന്യങ്ങൾ, ചോളം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള ഗോതമ്പാണ്. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭൂരിഭാഗം ആളുകളും ഗോതമ്പ് ഭക്ഷിക്കുന്നുമുണ്ട്. ഇന്ത്യയിലും ഗോതമ്പിന് ഭക്ഷണത്തിലേറെ പ്രാധാന്യമുണ്ട്. ചപ്പാത്തി തുടങ്ങി ബിസ്ക്കറ്റിൽ വരെ ഇത് ഉപയോഗിക്കുന്നു. ഇതിനു പുറമെ നെല്ല് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വിളയാണ്. മെയ്സ്, ഉരുളക്കിഴങ്ങ്, കരിമ്പ് എന്നിവയെല്ലാം പ്രധാനമാണ്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഭൂരിഭാഗവും ഇവയുപയോഗിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൃഗങ്ങളുടെ കാര്യമെടുത്താൽ പ്രധാനമായും 5 മൃഗങ്ങളെയാണ് ഭൂരിഭാഗം മനുഷ്യരും ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നത്. കോഴി, പശു, പോത്ത്, പന്നി, ആട് എന്നിവയാണ് അവ. ലോകത്തിലെ 14% ആളുകളെ ഊട്ടുന്നത് ഈ മൃഗങ്ങളാണ്. ഇവയുടെ ഇറച്ചി, പാൽ ഉൽപ്പന്നങ്ങൾ, കോഴി ഉൽപ്പന്നങ്ങൾ എന്നിവ മനുഷ്യൻ ഭക്ഷണമാക്കുന്നു. ഈ മൃഗങ്ങളെയും വിളകളെയും ഉപയോഗിച്ചാണ് മരുന്നുകളിൽ പലതും നിർമ്മിക്കുന്നതും.